ആദ്യം തന്നെ WatchOS 26ന്റെ ലുക്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ iPad OSലും Mac OSലും iOS 26ലും എല്ലാം കണ്ടുവന്ന അതേ സെയിം ലിക്വിഡ് ഗ്ലാസ് UI ചേഞ്ച് തന്നെയാണ് ആപ്പിൾ WatchOS 26ലും ഓൾ അക്രോസ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം തന്നെ WatchOS 26 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ ലിസ്റ്റാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 6 മുതലുള്ള എല്ലാ ഡിവൈസുകളും നമുക്കിത് സപ്പോർട്ടഡ് ആണ്. 2, WatchOSന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലുക്കാണ്. കാരണം നമ്മൾ iOS 26ൽ iPad OS, Mac OS 26ൽ ഇതിലെല്ലാം കണ്ടുവന്ന അതേ സെയിം യൂണിഫൈഡ് ലിക്വിഡ് ഗ്ലാസ് UI തന്നെയാണ് ആപ്പിൾ ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ നെയിമിംഗ് സ്കീം തന്നെ യൂണിഫൈ ചെയ്തേക്കുവാണ്. കാരണം 26 എന്നുള്ള ആ ഒരു നമ്പേഴ്സിലാണ് ഈ OSകളെല്ലാം തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ ആയിട്ടുള്ള 2026 സൂചിപ്പിക്കുന്ന 26 ആണ് എല്ലാ OSകളുടെയും അവസാനത്തെ ആ ഒരു നമ്പേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് ആപ്പിളിന്റെ സ്ട്രാറ്റജി, യൂണിഫിക്കേഷൻ. അത് ലോക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സിലാണെങ്കിലും ഐക്കൺസിലാണെങ്കിലും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഐക്കൺസ് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഈവൻ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നമുക്ക് ആ ട്രാൻസ്ലൂസൻസി ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും, വാൾപേപ്പേഴ്സ്. അതുപോലെ കൺട്രോൾ സെൻറ്ററിലും സിമിലർ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. 2, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജസ്റ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിൾ വാച്ചിൻ്റെ ജസ്റ്റേഴ്സിൽ. സോ ഇപ്പം നിലവിൽ നമുക്ക് ഡബിൾ ടാപ്പ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് അൺഫോർച്യുനേറ്റ്ലി ആപ്പിൾ വാച്ച് അൾട്ര 1 ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അൾട്ര 2 മുതലുള്ള വേരിയൻസിലും ആപ്പിൾ വാച്ച് സീരീസ് 9 മുതലുള്ള വാച്ചിൽ ആപ്പിൾ ഡബിൾ ടാപ്പ് ജസ്റ്ററും അതോടൊപ്പം തന്നെ പുതിയ റിസ്റ്റ് ഫ്ലിക്ക് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ റിസ്റ്റ് ഫ്ലിക്ക് ഫീച്ചർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ, ഇവിടെ ഈ ലോക്ക് സ്ക്രീനിലോ ഹോം സ്ക്രീനിലോ വരുന്ന നോട്ടിഫിക്കേഷൻസ്, അലേർട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസുകൾ ഇതെല്ലാം പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇതെല്ലാം പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യാൻ നമുക്ക് യൂഷ്വലി ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഹോം സ്ക്രീനിൽ വന്ന് ഫിംഗർ വെച്ച് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺസിൽ പ്രസ് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ WatchOS 26ൽ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ റിസ്റ്റ് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കുടഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മെസ്സേജസോ പോപ്പപ്പോ ഡിസ്മിസ് ആകുന്നതായിരിക്കും. 3, സ്മാർട്ട് സ്റ്റാക്ക് ആണ്. അതായത് ഓൾറെഡി നമുക്ക് പ്രസൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാക്കുകൾ ഇത് കഴിഞ്ഞ വർഷമേ മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു സ്മാർട്ട് സ്റ്റാക്ക്. ഇത് പുതിയ അപ്ഡേറ്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ സ്മാർട്ടർ ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഈ സ്മാർട്ട് സ്റ്റാക്കിൻ്റെ സജഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്, സ്മാർട്ട് സ്റ്റാക്ക് എനേബിൾഡ് ആണ്. ഓക്കെ, നമ്മളിവിടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ആ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സ്മാർട്ട് സ്റ്റാക്കിൽ സജഷൻ വന്നു കഴിഞ്ഞു. ഇവിടുന്ന് റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് നമുക്ക് സ്മാർട്ട് സ്റ്റാക്കിൽ ഇനി മുതൽ ലഭിക്കുന്നതാണ്. 4, കസ്റ്റമൈസേഷൻ ആണ്. ഈ ഒരു അപ്ഡേറ്റോടെ കുറേ പുതിയ വാച്ച് ഫേസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ വാച്ച് ഫേസിൻ്റെ ന്യൂ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ന്യൂ വാച്ച് ഫേസസ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ആപ്പിൾ വാച്ച് അൾട്രയിലാണെന്നുണ്ടെങ്കിൽ വേ പോയിന്റ് എന്ന് പറയുന്ന പുതിയൊരു വാച്ച് ഫേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് വേ പോയിന്റ്. അത് ആപ്പിൾ വാച്ച് അൾട്രയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഡിവൈസുകളിൽ അവൈലബിൾ ആക്കുന്ന ഫ്ലോ എന്ന് പറയുന്നതാണ്. ഇത് എല്ലാ വാച്ചുകളിലും, എല്ലാ വാച്ച് സീരീസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്ട്രോഗ്രാഫ് എന്ന് പറയുന്ന മറ്റൊരു വാച്ച് ഫേസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോട്ടോ വാച്ച് ഫേസ്, ഇതും അടിപൊളിയാണ്. അതുപോലെ വാച്ച് ഫേസ് സെറ്റിംഗ്സിനകത്ത് നമുക്കിപ്പോൾ കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് വാച്ച് ഫേസുകൾ കാണിക്കുന്നത്. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫോട്ടോസ്, ടൂൾ വാച്ച്, ഡേറ്റ റിച്ച്, ഇങ്ങനെയുള്ള നിരവധി കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പം ആപ്പിൾ വാച്ച് ഫേസ്. പൊതുവെ എല്ലാ അപ്ഡേറ്റിലും വാച്ച് ഫേസിൽ മാത്രം ഒതുങ്ങുന്ന കസ്റ്റമൈസേഷൻ അല്ല WatchOS 26ൽ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി കസ്റ്റമൈസേഷൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്ററിൽ താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഇതുവരെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രോളുകൾ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുമെന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൺട്രോളുകൾ നമുക്ക് വാച്ച് ഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഏറ്റവും ടോപ്പിൽ നമുക്ക് സജഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് പാർട്ടി, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം കൺട്രോളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ നോട്ട്സ്. ആപ്പിൾ വാച്ചിൽ ആദ്യമായിട്ട് ആപ്പിൾ നോട്ട്സ് കൊണ്ടുവന്നേക്കുവാണ്. ഐഫോണിലുള്ള പോലെ തന്നെ ഈ കൺട്രോളുകളെ നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരെണ്ണം എടുത്ത് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഡ്രാഗ് ചെയ്ത് മാറ്റിയിടണം, കൺട്രോളുകൾ ഡിലീറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലിറ്ററലി ഇതിൽ സാധിക്കുന്നതാണ്. 5, ഹെൽത്തും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ വാച്ച്ഓസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് സ്ലീപ്പ് സ്കോർ. സോ നമ്മളെ സ്ലീപ്പ് ഡേറ്റ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓൾറെഡി വർഷങ്ങളായിട്ട് ആപ്പിൾ കൊടുത്തിരുന്ന ഒരു ഫീച്ചറാണ്. എന്നാൽ അതിലേക്ക് പുതുതായിട്ട് ആപ്പിൾ ആഡ് ചെയ്താണ് ഈ ഒരു സ്ലീപ്പ് സ്കോർ. സോ ഡെയിലി നമ്മളുടെ സ്ലീപ്പിനെ ആപ്പിൾ വാച്ച് ട്രാക്ക് ചെയ്യും. നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ആപ്പിൾ വാച്ച് കെട്ടിക്കൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഉറക്കത്തെ സ്ലീപ്പിനെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റേജ് ഓഫ് സ്ലീപ്പിംഗ് ആണ്. അതിൽ എവേക്ക് ഉണ്ട്, റെം ഉണ്ട്, കോർ ഉണ്ട്, ഡീപ്പ് ഉണ്ട്. അത് എത്ര ഡ്യൂറേഷൻസ് നമുക്ക് ആ ഒരു സ്ലീപ്പിൽ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഡേറ്റാസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ അനലൈസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു
കംപ്ലീറ്റ് റിസൾട്ടായിട്ട് തരുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു സ്ലീപ്പ് സ്കോർ. ഇന്നത്തെ എൻ്റെ ഉറക്കത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള റിസൾട്ടാണ് 68. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന 100%ലാണ്. സോ 100%ൽ 68 എന്ന് പറയുന്നത് കുറവാണ്. കാരണം ഏകദേശം ഒരു ഓൾമോസ്റ്റ് 5 മണിക്കൂറിനടുത്തേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. സോ അതനുസരിച്ചുള്ള നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ ഏതൊക്കെ സ്റ്റേജിലായിരുന്നു അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കോർ ആപ്പിൾ അനലൈസ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. വെറുതെ നമുക്ക് ഈ ഒരു ഡേറ്റ കാണാം അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാം എന്നതിലുപരി നമ്മൾ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ നമുക്ക് സ്വന്തമായിട്ട് വിലയിരുത്താനും സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം 4.5 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്. ഇനി ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിലുള്ള ആ ഒരു ഹെൽത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഡ്യൂറേഷൻ 50ൽ എത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബെഡ് ടൈം 30ൽ എത്ര കിട്ടിയിട്ടുണ്ട്, ഇൻട്രപ്ഷൻസ് 20ൽ എനിക്ക് എത്ര ഇൻട്രപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കിട്ടും. ഇവിടുന്ന് കുറച്ചും കൂടെ മേളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം വൈറ്റൽസും സ്ലീപ്പും. സോ വൈറ്റൽസും കഴിഞ്ഞ വർഷം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ് വൈറ്റൽസ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ റെസ്പിറേറ്ററി, നമ്മുടെ ബ്ലഡ് ഓക്സിജൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഉറക്കത്തിനെ ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും സിക്നസ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു വൈറ്റൽസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ സാധിക്കും. സോ നിങ്ങളുടെ ഹെൽത്ത്, ഫിറ്റ്നസ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരിക്കലും ആപ്പിൾ വാച്ച് വേണം അല്ലെങ്കിൽ അത് വാങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഈക്കോസിസ്റ്റത്തിൽ നിൽക്കുമ്പം നിങ്ങളുടെ ഹെൽത്തും ഫിറ്റ്നസ്സും കൂടെ നിങ്ങൾക്കൊന്ന് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഡിവൈസ് തന്നെയാണ് ആപ്പിൾ വാച്ച്. ഫിറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വർക്കൗട്ട് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ വർക്കൗട്ട് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വർക്കൗട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു പോപ്പപ്പാണ് വരുന്നത്. അതാണ് വർക്കൗട്ട് ബഡി എന്ന് പറയുന്ന പുതിയ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ സാധിക്കും. അതാണ് വർക്കൗട്ട് ബഡി. ചുരുക്കം പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്റ്റോക്കും അതുപോലെ തന്നെ നമ്മളുടെ അപ് ടു ഡേറ്റ് ആ വർക്കൗട്ടിൻ്റെ ഓരോ അപ്ഡേറ്റ്സിനെ പറ്റി നമ്മളെ പ്രീവിയസ് വർക്കൗട്ടുമായിട്ടുള്ള കമ്പാരിസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് നമ്മളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഒരു ഇൻസ്ട്രക്ടറിനെ പോലെ വേണമെങ്കിൽ കരുതാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് വർക്കൗട്ട് ബഡി എന്ന് പറയുന്നത്. ഇതാണ് വർക്കൗട്ട് ആപ്പിൻ്റെ പുതിയ ലുക്ക്. ഇതിൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്നതാണ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. സോ ഇതിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാം. സോ ഈ ഗോൾസ് എന്ന് പറയുന്നത് ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം, ഇത്ര കലോറീസ് നമുക്ക് ബേൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ട അല്ലെങ്കിൽ താല്പര്യത്തിനുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവിടെ തന്നെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്ക് കാണുന്നതാണ് വർക്കൗട്ട് വ്യൂ എന്ന് പറയുന്നത്. സോ ഈ ഒരു വർക്കൗട്ട് വ്യൂ എൻറ്റയർലി ചേഞ്ച് ചെയ്തേക്കുവാണ്. അതായത് നേരത്തെ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യൂ ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ വർക്കൗട്ട് വ്യൂവിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആപ്പിൾ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഇത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം മ്യൂസിക്. സോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്പിൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഓട്ടോ പ്ലേ മീഡിയ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആപ്പിൾ വാച്ച് തന്നെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് വർക്കൗട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. അതാണ് പിക്ഡ് ഫോർ യു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇനി നമുക്കിഷ്ടമുള്ള പർട്ടിക്കുലർ പ്ലേലിസ്റ്റ് എന്തെങ്കിലും പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചൂസ് മീഡിയ ഓപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ആഡ് മീഡിയ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റ് ഏത് പ്ലേലിസ്റ്റാണോ വേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തന്നെ ബോട്ടത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വർക്കൗട്ട് ബഡി. അത് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. അതിൽ നമുക്ക് ഹാർട്ട് റേറ്റ്, ടൈമർ, സ്പ്ലിറ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഗോള് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ടുകൾ നിരവധി വർക്കൗട്ടുകളാണ്, അതായത് എണ്ണിയാൽ തീരത്തില്ല അതുപോലത്തെ ഔട്ട്ഡോർ ഇൻഡോർ ആക്ടിവിറ്റീസാണ് പുതിയ വർക്കൗട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഈ പ്ലസ് സൈക്കിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വർക്കൗട്ടിൻ്റെ എൻഡ്ലെസ് ലൂപ്പിലേക്ക് കയറാൻ സാധിക്കും. 8 ഹൈപ്പർ ടെൻഷൻ. അത് ആപ്പിൾ വാച്ച് അൾട്ര 1-ലില്ല, പക്ഷേ അൾട്ര 2 സീരീസ് 9 മോഡൽസിലൊക്കെ ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ അലേർട്ടുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. ഇതൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രേഡിലുള്ള ഒരു ഫങ്ഷണാലിറ്റിയോ ഫീച്ചേഴ്സും അല്ല. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ജസ്റ്റ് അലേർട്ട് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് മെസ്സേജസിലാണ്. ഐഫോണിൽ നമ്മൾ കണ്ട സിമിലർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ ചേഞ്ചസ് എല്ലാം തന്നെ നമുക്ക് മെസ്സേജസിലും വന്നിട്ടുണ്ട്. ഫിൽറ്റേഴ്സ്, അതുപോലൊപ്പം തന്നെ ഐ മെസ്സേജിൽ കളേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ആപ്പിൾ വാച്ചിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഒപ്പം ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചറും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫോൺ ആപ്പ്. സോ ഫോൺ ആപ്പിൻ്റെ വ്യൂവും കുറച്ച് മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മുടെ ഫേവറേറ്റ് കോൺടാക്റ്റുകളാണ്. ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഫേവറേറ്റ് കോൺടാക്ട്സിലേക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ടാപ്പിന് ശേഷമേ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ടാപ്പ് ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ തന്നെ നമ്മളുടെ ഫേവറേറ്റ്സ് ആണ് കാണിക്കുന്നത്. സോ അതിൽ നിന്ന് ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ നമുക്ക് ഫേവറേറ്റ് കോൺടാക്ട്സിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇനി താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ കോൾ ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ മൊത്തത്തിലുള്ള കോൾ ലിസ്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും മെല്ലേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി നമുക്ക് ആ ഫേവറേറ്റ്സിലേക്ക് പോകാൻ സാധിക്കും. ടോപ്പിൽ ഡയൽ പാഡ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്പേഴ്സ് ഡയൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ സൈഡിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ മിസ്ഡ് കോൾസ്, വോയിസ് മെയിൽ, ഡിലീറ്റഡ്, സ്പാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ പുതുതായിട്ട് സ്ഥലം പിടിച്ച ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ നോട്ട്സ് ആപ്പ്. സോ ആപ്പിളിൻ്റെ
ഡെഡിക്കേറ്റഡ് നോട്ട്സ് ആപ്ലിക്കേഷൻ ആപ്പിൾ ഇപ്പം വാച്ച് ഓയിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഐഫോണിലുള്ള അതേ നോട്ട്സുകൾ നമുക്ക് ഇവിടെ സിങ്ക് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി ഓൾറെഡി ടൈപ്പിംഗ് ചെയ്തേക്കുന്ന നോട്ടുകളെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടുകളെ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല, എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല, വ്യൂ ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പകരം പുതിയ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഇവിടെ സൈഡിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നോട്ട്സിൽ തന്നെ കോംപ്ലിക്കേഷൻസിൽ 3 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ നോട്ട്, ലാസ്റ്റ് എഡിറ്റഡ് നോട്ട്, അതോടൊപ്പം തന്നെ ന്യൂ നോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ചേഞ്ചുകൾ വാച്ച് ഓയിസിൽ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വാച്ച് ഓയിസിൽ ചെയ്യാനുള്ളത്. സോ അതിനനുസരിച്ച് വർക്കൗട്ടിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് യൂസബിലിറ്റിയുടെ കാര്യത്തിലും കുറേയധികം UI ചേഞ്ചുകളുമാണ് ആപ്പിൾ വാച്ച് ഓയിസ് 26ൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ അപ്ഡേറ്റിനേക്കാൾ ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 2 വർഷത്തെ അപ്ഡേറ്റുകൾ വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിനെ വെച്ച് നോക്കുമ്പം ഈ ഒരു അപ്ഡേറ്റ് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. സോ ഇതിന് പുറമെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് വാച്ചിൻ്റെ ആപ്ലിക്കേഷനിലാണ്. വാച്ച് ആപ്പിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. വാച്ച് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റീഡിസൈൻ കാണാൻ സാധിക്കും. ഇപ്പം കുറച്ചും കൂടെ കാറ്റഗറി ബേസ്ഡ് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് സെറ്റിംഗ്സ് ഓപ്ഷൻസും എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാച്ച് ആപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ഗാലറി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ടാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈസിലി നമുക്ക് കാറ്റഗറി ബേസ് ചെയ്തിട്ട് വാച്ച് ഫേസുകൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും എല്ലാം സാധിക്കും. iOS ഉള്ള പോലെ തന്നെ നമുക്ക് സ്പെസിഫിക് സെറ്റിംഗ്സോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം ഡിസ്കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ടാബിൽ നമുക്ക് വാച്ച് ഓയിസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതിൻ്റെ കുറേ ടിപ്സും ട്രിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. Catch you guys next one. Until then, peace.